ഹലോ ഗൈസ്, ചൈന ടൂർ വ്ളോഗ് ഡേ 2 ഏവർക്കും സ്വാഗതം. ആക്ച്വലി ഇപ്പോൾ ഡേ 1 എന്ന് കൂട്ടിയാൽ മതി, കാരണം ചൈന എത്തിയിട്ടുള്ള ഡേ 1 ആണെങ്കിലും നമ്മൾ മൊത്തത്തിലുള്ള ഒരു ടൂർ വെച്ച് ഡേ 2 ആണ്. ഡേ 1 നിങ്ങൾ വ്ളോഗ് ഏകദേശം കണ്ടു കാണും. എന്താ പറയുക, ജസ്റ്റ് നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. അവിടുത്തെ സിംഗപ്പൂർ എയർപോർട്ട് നിങ്ങൾ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിന് മറ്റേ കഴിഞ്ഞ നവംബറിൽ വെറും 7 മാസം മുമ്പ് നമ്മൾ നമ്മുടെ തായ്ലൻഡ്, പട്ടായ, മലേഷ്യ പട്ടായ, മലേഷ്യ, സിംഗപ്പൂർ ആ ഒരു ടൂറിൻ്റെ വ്ളോഗിങ്ങൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ സിംഗപ്പൂർ എയർപോർട്ട് കുറച്ച് നാൾ മുമ്പ് ഇവിടെ കണ്ടാണ്. അവിടെ നിന്ന് നേരെ ചൈനയിലെത്തി നമ്മൾ, അതും നിങ്ങൾ കണ്ടു. പിന്നെ ചൈനയിൽ ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അല്ലാതെ ഒരു രൂപം എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. ഒരു 1% രൂപം പോലും എനിക്ക് ഏകദേശം മനസ്സിലായിട്ടില്ല. ജസ്റ്റ് നമ്മുടെ റൂമിലേക്ക് വന്നേ ഉള്ളൂ. കാരണം ഇന്നലെ ഇനി കറങ്ങാൻ പോയാൽ ഒന്നും നടക്കില്ല, കാരണം ഫുള്ളി ക്ഷീണമായിരുന്നു. സോ ഇന്നലെ ഉറങ്ങി. ഇപ്പോൾ ഇവിടുത്തെ ചൈന ടൈം ഏകദേശം 5:45. അതായത് നാട്ടിലൊരു 5:45, 3:15 നാട്ടിലെ. സോ ആദ്യത്തെ അനുഭവമാണ് നാട്ടിലെ 3:15, ഇവിടുത്തെ 5:45 ആദ്യത്തെ അനുഭവമാണ് ഇത്ര നേരത്തെയൊക്കെ എഴുന്നേക്കുക എന്നുള്ളത്. സോ ഇന്ന് ഡേ 2 ആണ്. ശരിക്കും ചൈനയിലെ ഡേ 1 ആണ്, പക്ഷെ നമുക്ക് ഡേ 2 എന്ന് പോകാം. ഇന്ന് ഡേ 2, അതായത് ഇന്നത്തെ മെയിൻ പരിപാടി. കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. അല്ല, മെയിൻ അട്രാക്ഷൻ ആദ്യം പറയാം, ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്താ പറയുക, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ് ഈ ചൈന. ചൈനയിൽ എത്തിയത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ ചൈനയിൽ എത്തിയാൽ പിന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. പലരും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ 10, 20, 30 വയസ്സിൻ്റെ താഴത്തുള്ളവരാണെങ്കിൽ ഇപ്പോഴും പഠിക്കുന്നൊരു കാര്യം, പുസ്തകത്തിലൊക്കെ പഠിക്കുന്ന കാര്യമാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഏകദേശം 6500ഓളം കിലോമീറ്റർ ഇങ്ങനെ കിടക്കുന്നൊരു വാളാണ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ ചരിത്രമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. റെക്കോർഡിക്കലി 7500 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ 10,000, 1200 കിലോമീറ്റർ ഇങ്ങനെ നശിച്ചു പോകുമല്ലോ, കാരണം 10 നല്ല വർഷം പഴക്കമുണ്ട്. സോ നമ്മളവിടെ പോകുന്നു. എന്താ പറയുക, ഒന്നാമത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലമാണെങ്കിലും കുറേ പഠിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് എന്തായാലും പൊളിക്കാം. സോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുളിച്ചു, പല്ല് തേച്ചു, അടിപൊളിയായിട്ട് പല്ലൊക്കെ തേച്ചു, കുളിച്ചു. ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അവിടെ നേരെ നമ്മൾ വണ്ടിയിൽ കയറി പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, സാന്റാ മോണിക്ക ആ ഒരു ടൂർ പാക്കേജ് വഴിയാണ് നമ്മൾ വന്നത്. അതായത് ഇതുവരെ എല്ലാം അടിപൊളിയാണ്. സോ ഇനി ഫുഡ് കഴിക്കാം. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന ശീലം അങ്ങനെ ഇല്ലാത്തതിനാൽ ഇന്നത്തെ ദിവസം ഒരു അടിപൊളിയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ നേരെ മുമ്പിൽ അച്ഛൻ ഉണ്ട്. നേരെ എന്താ പറയുക, നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും ഇപ്പോൾ ആരുമില്ല, കാരണം സമയം 6:15. ഇങ്ങനെ 6:15 വന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മളെപ്പോലെ എല്ലാവരും ബുദ്ധിമാന്മാരല്ല. സോ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ ഇന്ന് ഇച്ചിരി വെറൈറ്റി ഫുഡാണ്. അച്ഛനായാലും ഞാനായാലും ഒരു ക്യാപ്പിച്ചിനൊക്കെ എടുത്ത്, ക്യാപ്പിച്ചിനോ അങ്ങനെ റെയറായിട്ട് കുടിക്കാറാണ് പതിവ്. കാരണം ഞാൻ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ബേക്കറികളൊന്നും അങ്ങനെ ക്യാപ്പിച്ചോനോ കിട്ടാറില്ല എൻ്റെ അഭിപ്രായത്തിൽ. സോ നമ്മളങ്ങനെ റെയറായിട്ട് കുടിക്കുന്നതിനാൽ 2-3 ക്യാപ്പിച്ചോനോ ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരുന്നു. അച്ഛനും കുടിച്ചു. അച്ഛനങ്ങനെ ക്യാപ്പിച്ചോനോ ഇഷ്ടമല്ല, പിന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് കുടിച്ചു. പിന്നെ നമ്മുടെ റംബൂട്ടാൻ്റെ ഇതില്ലേ, റംബൂട്ടാൻ ഫ്രൂട്ടിൻ്റെ അത് ഇങ്ങനെ റെയറായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അത് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് അതും കൂടെ നമ്മളിങ്ങനെ കഴിച്ചു. അത് നല്ലൊരു ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. സോ അങ്ങനത്തെ ഒരു അടിപൊളി വിഭവസമൃദ്ധമായ ഫുഡിന് ശേഷം നമ്മൾ നമ്മുടെ സാന്റാ മോണിക്കയിലെ എല്ലാ ഗ്രൂപ്പിനൊപ്പം ബസ്സിൻ്റെ അകത്ത് കയറിയപ്പോൾ സമയം ഏകദേശം 8:38. അപ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അതുമല്ല, ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ മനുഷ്യനിർമ്മിതിയിൽ കാണാവുന്ന ഏക എന്നാണ് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. മറ്റൊരു മനുഷ്യ നിർമ്മിതിയും കാണില്ല എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തില് ചന്ദ്രനിൽ നിന്ന് നോക്കിയ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണില്ല എന്നുള്ളതാണ് ഫാക്ട്. കാണില്ല. നദികള് പോലും വളരെ വിഷമമാണ്. ഏറ്റവും വലിയ നദിയായ ആമസോണും അതുപോലെ തന്നെ നൈൽ റിവറും. നൈലാണ് ഏറ്റവും നീളം കൂടുതൽ വാട്ടർ ഉള്ളത് ആമസോണിലാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ബ്രോഡും ആമസോണാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും എടുത്തു പറഞ്ഞത്. അത്രയും വലിയ നദി പോലും കാണുക പ്രയാസം, കാരണം അത് നീളത്തിൽ ഇങ്ങനെ ഒഴുകുന്നതാണ്. അതിന് വിസിബിലിറ്റി കുറച്ചും കൂടി എളുപ്പമാണ്. കാണില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ മഹാത്ഭുതമാണ് BC 221 മുതൽ BC 21 വരെയുള്ള 200 വർഷ കാലഘട്ടം എടുത്തുകൊണ്ടാണ് എന്തുണ്ടാക്കിയത്, ചൈന വൻമതില്
കൺസ്ട്രക്ട് ചെയ്തത്. നമ്മുടെ ടൂർ മാനേജർ സുധീർ അങ്കിൾ പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. കാരണം മനുഷ്യർ സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരുടെയും വിചാരം സ്പേസിൽ നിന്ന് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാമെന്നായിരുന്നു. പക്ഷേ മനുഷ്യർ സ്പേസിലേക്ക് പോയതിന് ശേഷമാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം കാണില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ടൂർ മാനേജർ അങ്കിൾ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ നദികൾ പോലും കാണുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞ് സ്പേസിൽ നോക്കുമ്പോൾ കുഞ്ഞ് കുറുമ്പ് പോലെ പോകുന്ന ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണൂല. അത് ഒരു ഫാക്റ്റ് തന്നെയാണ്. സോ അങ്ങനെ ഒരു പുതിയ അറിവും കൂടെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളൊക്കെ കണ്ട് നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അവിടെ പാർക്കിംഗ് സെഷനിലെത്തി. നമ്മളിച്ചിരി നേരത്തെ വന്നുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല. പക്ഷേ സാധാരണ ഒരു നോർമൽ ഡേ പോലെ ഒരു നല്ലൊരു നോർമൽ സമയത്ത് വരുവാണെങ്കിൽ ഇതൊന്നുമല്ല കേസ് തിരക്ക്. കാരണം ഞാൻ വീഡിയോ കണ്ടപ്പോഴും നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മുടെ ടൂർ മാനേജർ സുധീർ അങ്കിളും പറഞ്ഞു നമ്മളിപ്പോൾ നേരത്തെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്തതെന്ന്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എൻട്രി ഗേറ്റിലൂടെ അകത്തേക്ക് കയറി നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. അടിപൊളിയായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ. അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ പുറയിലൂടെ നമ്മളിങ്ങനെ നടന്ന് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ തുടക്കത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചരിത്രം അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഏകദേശം 6500ഓളം കിലോമീറ്റർ ഉണ്ട് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അതായത് ചൈനയുടെ തെക്കറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെ ഇങ്ങനെ കിടക്കുവാണ്. 6500 പോയിട്ട് ഒരു 6 കിലോമീറ്റർ തികച്ചടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പ്രയാസമാണ്. എനിവേ ഗൈസ്, അൺബിലീവബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6500ഓളം കിലോമീറ്റർ ഇങ്ങനെ കിടക്കുവാണ്. സോ 6500 പോയിട്ടൊരു 5 തികച്ച് നടക്കുമെന്ന് പോലെ അറിയില്ല. കാരണം 5 തിരിച്ച് നടക്കണമല്ലോ കയറിയെങ്കിൽ. സോ ഒന്നാമത് കയറ്റമാണ്. അപ്പോൾ കയറും തോറും ഇങ്ങനെ കിതച്ചോണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് കിതക്കണുണ്ട്. സോ നമ്മളൊരു പരിധി വരെയൊക്കെ കയറുള്ളൂ. ഞാൻ ജസ്റ്റ് ആ വീഡിയോയിൽ കാണിച്ച അങ്ങ് അറ്റം വരെയൊക്കെ കയറാനേ ചാൻസ് ഉള്ളൂ എൻ്റെ അവസ്ഥ. അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് അലിച്ച് നോക്കണം. അച്ഛൻ പാടാണ്. അയ്യോ ഇപ്പോൾ തന്നെ കിതക്കുണ്ട് ചെറുതായിട്ട്. എനിവേ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. കാരണം നമ്മൾ പഠിച്ചതും നമ്മൾ വീഡിയോയിൽ കണ്ടതുമായിട്ടുള്ളൊരു വലിയൊരു എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലത്ത് ഇങ്ങനെ വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അധികാരം വരാത്ത സ്ഥിതിക്ക് എനിക്കത് വരാൻ ഭാഗ്യം കിട്ടിയ സ്ഥിതിക്ക്. എനിവേ ഈ കുത്തനെ ഉള്ള സ്റ്റെപ്പ് ഇങ്ങനെ കയറി അവിടെ എത്തുമ്പോൾ തന്നെ അറിയാം കേസ് എന്തോരം ശ്വാസഗിരി എടുത്ത് വരുന്നു. സോ അപ്പോൾ അതുപോലെ കിലോമീറ്റേഴ്സ്, അത് പറഞ്ഞു തീരാത്ത അത്രയും കിലോമീറ്റേഴ്സ് നടന്ന് കയറുമ്പോൾ ഒരവസ്ഥ തന്നെയാണ് കേസ്. ഇപ്പം തന്നെ കയറാൻ നല്ല ഹൈറ്റിലാണ് ഈ ഓരോരോ സ്റ്റെപ്പും ഇങ്ങനെ. സോ ഭയങ്കര ടഫാണ് ഗൈസ്. ഇതുവരെയുള്ള എൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയിലുള്ള ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒരു ഫോറിനേഴ്സായിട്ട് വരുന്നതിൽ കൂടുതലും കൊറിയൻകാരും ജപ്പാൻകാരുമാണ്. കാരണം നമ്മുടെ ഈ കുറച്ച് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഈ കാണുന്ന കുറച്ച് പേരൊക്കെ അത് നമ്മൾ മലയാളികൾ. പക്ഷേ വേറൊരു മലയാളികളെ അതായത് പോട്ടെ ഇന്ത്യക്കാരെ തന്നെ റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം കൂടുതലും ജപ്പാൻകാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയൻകാരുമാണ്. അവർക്കാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് കൂടുതലും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊരു കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് കേസ്. അത് ഒരിടത്തും പറഞ്ഞതിട്ടല്ല. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുത്തനെയാണ്. അതായത് സാധാരണ സ്റ്റെപ്പ് അത് ജസ്റ്റ് ഒരു സ്ലൈഡ് അല്ലേ, ഇതങ്ങനെയല്ല, കുത്തനെയാണ്. സോ ആക്സിഡൻ്റ് ഉണ്ടാകും നല്ല സാധ്യത ഉണ്ട്. കാരണം ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മളവർക്കും ഇറങ്ങാൻ ഈസി ആയിരിക്കും, കയറാൻ എനിക്കും പാടാണ്. പക്ഷെ കയറാൻ പാടുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഇറങ്ങുന്നത് അതിനേക്കാളും പാടാണ്. ഒന്ന് തെറ്റിപ്പോയാൽ എന്ന് പറഞ്ഞു വീഴും. ഇവരുടെ വിവരങ്ങളനുസരിച്ച് ഏകദേശം 2-2.5 മീറ്റർ ഈ കയറുന്ന സ്റ്റെപ്പിൻ്റെ വീതിയുള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയറ്റം ഉറക്കം ഇതിൽ കൂടെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേസ്. കയറും തോറും ഓരോ സ്റ്റെപ്പിൻ്റെയും വിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന ഒരു വിട്ട് മാത്രമേ ഉള്ളൂ. അയ്യോ, ഏകദേശം ഒരു 100-200 മീറ്റർ കയറിയപ്പോൾ തന്നെ നല്ലപോലെ കിതക്കുണ്ട്. കാരണം പറഞ്ഞല്ലോ കയറ്റായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കൊരു സീനും ഇല്ല. 6500 കിലോമീറ്ററൊക്കെ പാണ്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരിക്കലും അതിൻ്റെ അങ്ങേയറ്റത്തില്ലെന്ന് 100% ഉറപ്പുണ്ട്. വാശിക്കാരൊക്കെ ഉണ്ടെങ്കിലേ എത്തുള്ളൂ. ഭയങ്കര പാടാണ്. വിചാരിക്കുന്ന പോലെയല്ല. നടന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ, അതായത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം എത്തിയിട്ടുള്ളൂ. അത്രയ്ക്കും പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ സെറ്റ് എത്തുമ്പോഴത്തേക്കും ഓരോരോ ഇങ്ങനെ ബിൽഡിങ്ങുകൾ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കയറിപ്പോകുന്നതും അടുത്തൊരു ബിൽഡിങ്ങിലേക്കാണ്. അതായത് ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം അങ്ങ് അറ്റത്ത് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറം വരെ എത്തുമ്പോൾ 3/4 കിലോമീറ്റർ ആവും. നമ്മൾ വന്ന ആ ഗ്രൂപ്പ് ടൂറിൽ സാന്റാമോണിക്കയുടെ 10-28 പേരുള്ള ഗ്രൂപ്പ് ടൂറിൽ ഞാനും പിന്നെ നമ്മുടെ കട്ടപ്പനയിലാണ് വീട്. ഞാനും ചേട്ടനും മാത്രമാണ് ഇപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കണം നമ്മുടെ ഗ്രൂപ്പിൽ. അയ്യോ നല്ല പാടാണ് ഗസ്റ്റ്. പറഞ്ഞ പോലെയല്ലേ വെയിലിൻ്റെ ഇതൊന്നുമില്ല, അതായത് ചൂടോ അതൊന്നുമില്ല.
നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും ദുബായ് ക്ലൈമറ്റ് ആണ്. ഐ മീൻ നല്ല തണുപ്പാണ് ഇങ്ങനെ ദേഹത്തേക്ക് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സീനില്ല. പക്ഷേ നല്ലപോലെ കിടക്കും നമ്മൾ. ഏകദേശം ഒരു 10-18 അടിയോളം പൊക്കം നമ്മളിപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ. ഇനിവേ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ കയറി വന്നിട്ടുണ്ട്. നമ്മൾ കയറിയത് എവിടെയാണെന്നൊക്കെ കാണിക്കാനാണെങ്കിൽ അതൊക്കെ ആ ഒരു സ്റ്റേജിൽ കഴിഞ്ഞ്. കാരണം നല്ലപോലെ പൊക്കത്തിൽ വന്നിട്ടുണ്ട്. അയ്യോ, അച്ഛനാണെങ്കിൽ ഏകദേശം ഒരു പകുതി മീൻസ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ പകുതിയല്ല, ഒരു 200-250 മീറ്റർ എത്തിയപ്പോൾ തന്നെ അച്ഛൻ കിതച്ച്. കാരണം സ്റ്റെപ്പായതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ആരാണെങ്കിലും കിതച്ചു പോവും. നിരപ്പായിരുന്നെങ്കിൽ നമുക്ക് കുറേ നടന്നു പോവാം. ബട്ട് ഇതങ്ങനെയല്ല. എനിവേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, പറഞ്ഞ പോലെയല്ല. കാരണം എന്തായാലും റെയറായിട്ടേ വരുള്ളൂ ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലൊക്കെ. ഇപ്പം ഏറ്റവും മുമ്പിൽ ഞാനാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ പേരെന്തായിരുന്നു, റൂസോ, ഇടയ്ക്ക് പേര് മറന്നു, റൂസോ ചേട്ടനുണ്ട്. സോ പറ്റുന്നത്രയും പരമാവധി കയറാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞ പോലെ റെയറായിട്ട് എന്തായാലും വരുള്ളൂ. സോ പറ്റുന്നത്രയും കയറുക. കിതയ്ക്കും ഒബ്വിയസ്ലി. അയ്യോ, സംസാരിക്കാൻ പോലും പറ്റണ്ട, അത്രയ്ക്കും പൊക്കത്തിലും ക്ഷീണിച്ചിട്ടുമുണ്ട്. നോക്ക് താഴത്തോട്ടൊക്കെ പേടി വരും, അത്രയ്ക്കും പൊക്ക. ഇനി കുറച്ചും കൂടെ നമ്മൾ നടക്കുള്ളൂ. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വഴി സ്പ്ലിറ്റായി പോവും. അതിനനുസരിച്ച് നമുക്ക് താഴത്ത് ഇറങ്ങണ്ടേ. ഇനി കയറിയത്ര ഇറങ്ങണം, അതിനും ബുദ്ധിമുട്ടാവും. സോ പോകുന്നത്രയും കാണിച്ചു തരാം. വളരെ കുത്തനെയാണ്. സോ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1/2 കിലോമീറ്റർ എത്തി കാണും അല്ലേ. 1/2 കിലോമീറ്ററോളം നടന്ന് വന്നിട്ടുണ്ട്. ഇനിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. പറ്റുന്നത്രയും കയറുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നടന്ന് ഏകദേശം 1 കിലോമീറ്ററോളം അടുത്തപ്പോഴാണ് നമ്മുടെ ടൂർ മാനേജർ സുധീർ അങ്കിൾ ഇവിടെ ഫസ്റ്റിലേ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 1 കിലോമീറ്ററിനോളം അടുത്ത് നടന്ന് നമ്മൾ കയറി ഇനി ഇറങ്ങാൻ പോവാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വൈസ് 1 കിലോമീറ്റർ ആണെങ്കിലും കയറ്റം വൈസ് ഒരു 5-6 കിലോമീറ്ററിൻ്റെ കയറ്റം നമ്മൾ കയറിയിട്ടുണ്ട്. അത്രയ്ക്കും ടഫാണ്, കാരണം കുത്തനെ ആയതുകൊണ്ട് അത്രയ്ക്കും പാടാണ്. സോ നമ്മുടെ പേര് പിന്നെ മറന്നുപോയി, റൂസോ, എപ്പോഴും പേര് വന്നു. റൂസോ ചേട്ടനും ഞാനും കൂടെ തിരിച്ചിറങ്ങുവാണ്. ഇപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ സാന്റാ മോണിക്ക ഗ്രൂപ്പിൽ ചൈനയിൽ വന്നവരുടെ 28 പേരിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും മുകളിലെത്തിക്കണം അല്ലേ, നമ്മളല്ലേ. എനിവേ അടിപൊളിയാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ, ഞാൻ കാണിക്കാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ എന്താ പറയുക, ഷോപ്പുകളും ഡ്രിങ്ക്സ് കുടിക്കാനുള്ള ഷോപ്പുകളും ഷോപ്പിങ്ങിന് പറ്റിയ ഡ്രസ്സും എല്ലാം ഉണ്ട്. അത് വലിയൊരു കാര്യമാണല്ലേ, കാരണം ഇത്രയും പൊക്കത്ത് വെക്കണം. അതെ വലിയൊരു കാര്യമാണ്. അയ്യോ അതെ നല്ല കാശും പിടിക്കും കേട്ടോ. ഇത്രയും പൊക്കത്ത് വന്ന് നല്ലൊരു കാശും പിടിക്കും അല്ലേ, 4 അടി പൈസയാ. എനിവേ വലിയൊരു ആഗ്രഹം സാധിച്ചു. ഇച്ചിരി കൂടെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ സമയം ഒന്ന് പിന്നെ കയറി ക്ഷീണിച്ചാൽ നമുക്ക് ഇനിയുള്ള അടുത്ത പരിപാടികളിൽ, നമ്മുടെ അടുത്ത പരിപാടി എന്താ, ഗോൾഡൻ മാർക്ക് ഷോ അല്ലേ. ഗോൾഡൻ മാർക്ക് ഷോ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്നറിയാവാ, പെർ ഹെഡ് ഇന്ത്യൻ മണി 9,000. അപ്പോൾ ഒന്ന് ആലോചിക്കുക ആ ഷോയുടെ എന്ത് രസമായിരിക്കും. അപ്പം നല്ലൊരു വകുപ്പ് തന്നെ ആവണം, എനിക്കറിയില്ല. പെർ ഹെഡ് 9,000 ഇന്ത്യൻ മണിയൊക്കെ മേടിക്കണമെങ്കിൽ, 1 hour ഷോ ആണ് മേടിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഉണ്ടാവും, ഷോ കാണാനുള്ളതുണ്ടാവും. എനിവേ വലിയൊരു ആഗ്രഹം സാധിച്ചു. ചൈനയിൽ ആദ്യമായിട്ടല്ലേ, ഞാനും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ കയറിയ എക്സ്പീരിയൻസ്. എനിവേ അടിപൊളിയായി. കുറേ നടന്ന്, അയ്യോ എനിക്ക് റൂസോ ചേട്ടനുള്ളതുകൊണ്ടാണ് ഞാൻ എത്ര നടന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോയേനെ. അടിപൊളിയായിരുന്നു. അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തിരിച്ചിറങ്ങുമ്പോൾ ഈ ഒരു പാടില്ല, ഇപ്പം നല്ല സ്ലോപ്പായിട്ട് തന്നെയാണ് സ്റ്റെപ്പ്. കുറച്ച് കഴിയുമ്പോൾ കുത്തനെ ആവും, അപ്പോഴാണ് ഭയങ്കര പാട് വരുന്നത്. ഈ മുട്ടയൊക്കെ ഇങ്ങനെ കുത്തി ഇറങ്ങുമ്പോൾ നല്ല പാടായിരിക്കും. ഏകദേശം എന്താ അവിടെ വരെ പോകണം. നമ്മളിത് ആ പച്ച ഷീറ്റ് ചെയ്യണ്ട, അവിടെ വരെ പോകണം. ഇറങ്ങട്ടെ. കയറി വന്നപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. ഈ കയറുന്നതിനേക്കാളും ഭയങ്കര പാടാണ് ഇറങ്ങാൻ. അത് ധൃതി ഉണ്ടെങ്കിൽ അതിനേക്കാളും പാടായിരിക്കും. കാരണം നമ്മൾ 11:15 നമ്മൾ ബസ്സിൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 11:15 എത്തേണ്ട രീതിയിലുള്ള കയറ്റമല്ല നമ്മൾ കയറിയിരിക്കണം അല്ലേ. നല്ലപോലെ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു
1 കിലോമീറ്ററിന് അടുത്തോളം കയറിയിട്ടുണ്ട്. പക്ഷെ നടത്തം ഞാൻ പറഞ്ഞ പോലെ ഒരു 5-6 കിലോമീറ്റർ നടത്തം നടന്നിട്ടുണ്ട്. അത്രയ്ക്കും പാടാണ്. അയ്യോ ഭയങ്കര പാടാണ്. ഇറക്കം ഞാൻ പറഞ്ഞില്ല കുത്തനെയാണ്. ഒന്ന് കണ്ണ് മാറിപ്പോയാൽ മൂക്കൊടിച്ച് വീഴും. അത്രയ്ക്കും ഇതാണ്, റിസ്ക്കിയാണ്. ഏകദേശം അങ്ങനെ പറഞ്ഞ പോലെ 1 കിലോമീറ്ററോളം ഇങ്ങനെ ഇറങ്ങി മുട്ടിനൊക്കെ നല്ല വേദന എടുക്കും. മുട്ടിന് വേദന ഉള്ളവർ ഒരിക്കലും കയറരുത് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവരുടെ എന്താ പറയുക, ബോഡി ആദ്യം സേഫ്റ്റി ആക്കുക. പിന്നെ വേറെ ഇവിടെ കണ്ടപ്പോഴാണ് വേറൊരു കാഴ്ച മനസ്സിലാക്കിയത്. ഇവിടുത്തെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലെ മെയിൻ കാര്യങ്ങളൊക്കെ അവർ ട്രാൻസ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഹെലികോപ്റ്റേഴ്സാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാറാണെങ്കിൽ ഇവിടെ അവരുടെ അതിനനുസരിച്ച് സജ്ജീകരണമായതിനാൽ ഹെലികോപ്റ്ററുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2-3 ഞാൻ കണ്ടു. അതിലിപ്പോൾ ഒരെണ്ണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഒരു 1/2 hour നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ ബീജിംഗ് ടൗണിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു ചൈനീസ് ഫുഡ്. ആദ്യം ഇവിടെ വന്നതിന് ശേഷം ആദ്യമാണ് ഒരു ചൈനീസ് ഫുഡ് കഴിക്കുന്നത്. മൊത്തം ചൈനീസ് ഫുഡാണ്. എന്നാൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഫുഡാണ് മെയിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അല്ല നാട്ടിലെ ഫുഡ് കഴിക്കാനാണെങ്കിൽ നമുക്ക് വരേണ്ട കാര്യമില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി ഷോപ്പിങ്ങിന് പോയപ്പോഴാണ് ഒരു കയ്യിലിടുന്ന ഒരു ബ്രേസ്ലെറ്റിന് ഇവിടുത്തെ 68 യുവാനാണ്. അതായത് നാട്ടിലൊരു 700-750 രൂപയ്ക്ക് വരും. നല്ല എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവുള്ള കടകളിൽ പോയാൽ എക്സ്പെൻസീവാണ്, അല്ലാതെ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. അത് ഷാങ്ഹായിലാണ് ചീപ്പായിട്ട് കിട്ടുന്ന കടകളുടെ മെയിൻ ഒരു കേന്ദ്രം. അങ്ങനെ പറഞ്ഞ് കണ്ട് നമ്മൾ ഒരു 3:50 ആയപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഷോപ്പിംഗ് മാളിലെത്തി. അവിടുന്ന് ഷോപ്പ് ചെയ്യേണ്ടവർക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് 7:52 ആയപ്പോൾ വീണ്ടും നമ്മൾ ഡിന്നർ കഴിക്കാൻ വീണ്ടും വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്ന് ചേരുകയുണ്ടായി ഗൈസ്. ചൈനയിലെത്തിയതിനു ശേഷം വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് തോന്നിയത് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിനും എന്താ പറയുക കളർഫുള്ളാണ്. അതായത് രാത്രിയായാലും ലൈറ്റ് കൊണ്ടിങ്ങനെ നിറച്ചിരിക്കുകയാണ്. ദുബായിയുടെ അത്ര ഇല്ല കേട്ടോ, അതെനിക്ക് ഒബ്വിയസ്ലി അതെനിക്ക് പറയാൻ കഴിയും. കാരണം ദുബായ് ഒരു അടിപൊളിയായിട്ട് നല്ല രീതിക്ക് കണ്ടവർക്ക് ചൈനയിലെ എന്താ പറയുക ലൈറ്റ് കളർഫുള്ളായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ കാഴ്ച വൈസ് എനിക്ക് ചൈനയാണ് ഇഷ്ടപ്പെട്ടത് ഇതുവരെ. പക്ഷേ ലൈറ്റുകളുടെ കാര്യത്തിലും കളർഫുള്ളിൻ്റെ കാര്യത്തിലും ദുബായിലെ വെല്ലാൻ ഒരു രാജ്യം എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതിനോട് കട്ടയ്ക്ക് പിടിച്ചേക്കാനും ചൈനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് നമ്മളിങ്ങനെ ഫുഡൊക്കെ എടുത്തു. ഡിന്നർ നമ്മളൊരു ഇന്ത്യൻ ഫുഡാണ് കയറിയത്. ഇന്ത്യൻ ഫുഡ് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു. മെർക്കുറി ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഹോട്ടലിൻ്റെ അകത്ത് ലിഫ്റ്റിൻ്റെ അകത്ത് കയറി. നല്ല ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് നമ്മൾ തീരണ സമയം എപ്പോഴും വന്ന് നിന്നിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ അവിടെ നമ്മളിപ്പോൾ വന്നു. ഡ്രസ്സൊക്കെ മാറി കുളിച്ച് സെറ്റായി. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം 10 മണിയായി. അതായത് നാട്ടിലൊരു 10, 9 എന്ന് പറയുമ്പോൾ 9, 8:30. നാട്ടിൽ 8:30 1.5 മണിക്കൂർ മുമ്പോട്ടാണ്. അതായത് ഇന്ത്യൻ ടൈം വെച്ച് 1.5 മണിക്കൂർ മുമ്പോട്ടാണ് ഇവിടെ, ഞാൻ പറഞ്ഞായിരുന്നു. സോ ഇന്നത്തെ ദിവസം എന്തൊക്കെ പറഞ്ഞാൽ അച്ഛനോട് വന്ന വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും ഇന്നത്തെ ദിവസം, അതായത് ചൈനയിലെ ഡേ 1, ടോട്ടൽ നോക്കുമ്പോൾ ഡേ 2 ആണെങ്കിലും ചൈനയിലെ ഡേ 1 അടിപൊളിയായിരുന്നു. അതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതും ഏറ്റവും എൻജോയ് ചെയ്തത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണ്. ഒരുപാട് കേട്ട സ്ഥലം. അയ്യോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അച്ഛനധികം കയറി പോയില്ലെങ്കിലും അച്ഛൻ അവിടെ കുറച്ച് പരിചയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കയറി ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഞാനും പിന്നെ വേറൊരു ചേട്ടനുണ്ട് നമ്മുടെ ഗ്രൂപ്പ് സാന്റാമോണിക്കയുടെ ഗ്രൂപ്പ് ടൂറിൽ വന്ന വേറൊരു ചേട്ടനും കൂടെ ഇങ്ങനെ കയറി മാക്സിമം നമുക്ക് പറ്റാവുന്നത്ര മാക്സിമം ഒരു 1 കിലോമീറ്ററോളം കയറി. പക്ഷെ ആ ഒരു 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്ററിൻ്റെ കയറ്റം. 5 കിലോമീറ്റർ എങ്ങനെ നടക്കുമോ അതുപോലെയായിരുന്നു ഒരു 1 കിലോമീറ്റർ കയറണം. കാരണം കയറ്റമായതുകൊണ്ട് അതിനനുസരിച്ച് കിതയ്ക്കും. അയ്യോ എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ കേട്ട സ്ഥലമാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. എന്താ പറയുക, ചൈനയിൽ നമ്മുടെ മൂണിൽ നിന്ന് എർത്തിലേക്ക് നോക്കിയാൽ ഒരു ഇങ്ങനെ വര പോലെ കാണാമെന്നൊക്കെ പറയുന്നു. സത്യമാണോന്നും അറിയില്ല. അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോവുക, അവിടെ നമുക്ക് പറ്റുന്ന അത്രയും കയറുക. ഇനി ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയും വരാൻ സാധിക്കട്ടെ അച്ഛനായിട്ട് തന്നെ. സോ ഇന്നത്തെ ഡേ 2 എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വ്ളോഗിൻ്റെ തുടക്കം, അതായത് നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പോയത് തന്നെയാണ് ഈ വ്ളോഗിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വിശ്വസിക്കുന്നു. എനിക്കും അത് തന്നെയാണ് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. സോ ഡേ 2, അതായത് നാളെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോർബ്രിഡൻ സിറ്റിയിൽ പോകുന്നുണ്ട്. പിന്നെ ടിയാമൻ സ്ക്വയർ കുറേ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ വിശദമായി ഞാൻ നാളത്തെ വ്ളോഗിൽ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാടായിപ്പോൾ. സോ നാളത്തെ വ്ളോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, സി യു. സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ടാറ്റ, ബൈ ബൈ.